ഗുണ്ടാ വിളയാട്ടം. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ ഗുണ്ടാ സംഘം വിമുക്ത ഭടന്റെ വീട് കയറി ആക്രമിച്ചു. കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. കാറും വീട്ടുപകരണങ്ങളും ജനലുകളും വാതിലും അക്രമി സംഘം അടിച്ചു തകർത്തു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് ചേരുന്നു. ജയശങ്കർ, തുടരെ സമാന സ്വഭാവമുള്ള വാർത്തകൾ തലസ്ഥാന നഗരിയിൽ നിന്ന് വരികയാണ്. പോലീസിന്റെ ഒരു വീഴ്ച ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരാണ് ഈ സംഘത്തിലുള്ളതെന്ന് വ്യക്തമായിട്ടുണ്ടോ? സുഹൈൽ, ഗുണ്ടകൾക്കെതിരെ തലസ്ഥാനത്ത് പോലീസ് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തുമ്പോൾ കർശന നടപടിയെടുക്കുമ്പോഴാണ് കിളിമാനൂരിൽ വീണ്ടും ഒരു ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വിമുക്ത ഭടനെയും കുടുംബത്തെയുമാണ് ഇന്ന് 7:30 ഒരു ഗുണ്ടാ സംഘം ആക്രമിക്കുന്നത്. വിമുക്ത ഭടനായ ചന്ദ്രദാസൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത, മകൻ ഗുരുദത്ത് എന്നിവർക്കാണ് നിലവിൽ ഗുണ്ടാക്രമണത്തിൽ ഗുരുതരമായുള്ള പരിക്ക് സംഭവിക്കുന്നത്. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ആദ്യം ഗുണ്ടാ സംഘം കാർ തടഞ്ഞു വെച്ച് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ ഒഴിഞ്ഞു മാറി വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറകിലെ ഡോർ വഴിയാണ് ഗുണ്ടാ സംഘം വീട്ടിലേക്ക് പ്രവേശിച്ച ഇവരെ ആക്രമിക്കുന്നത്. രാത്രി 7:30 നടന്ന ഈ ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്ന കാറ്, ഒപ്പം വീട്ടിലെ ഉപകരണങ്ങൾ, ജനൽ, വാതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഗുണ്ടാ സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് ഈ ആക്രമണം എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. കിളിമാനൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം ആരംഭിക്കും. ഏത് സംഘമാണ് ഇതിന് പിന്നിലെ വൈരാഗ്യം എന്തുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തും. പോലീസും ഗൗരവകരമായാണ് ഈ കാര്യം കാണുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ ഈ തലസ്ഥാനത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഗുണ്ടകൾക്കെതിരെ വലിയ നടപടി എടുത്തിരുന്നു. ഈ കരമന കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു തലസ്ഥാനത്തെ പോലീസ് നടപടി. അതിനിടെ ഗുണ്ടാക്രമണങ്ങൾ പൊതുവിൽ കുറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും തലസ്ഥാനത്ത് ജില്ലാ അതിർത്തിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന് നേരെ ഗുണ്ടകൾ ആക്രമിക്കുന്നു, അവരുടെ സ്വൈര്യമായ ജീവിതം നശിപ്പിക്കുന്നു, ഗുരുതര പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ഗുണ്ടാ സംഘങ്ങളെ പിടിച്ചുകെട്ടാനായില്ലെങ്കിൽ ജീവിതം ദുസ്സഹമായി മാറും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.